ഇതാണ് വെജിറ്റബിൾ വൈറ്റ് പാസ്ത. പാലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രചോദനമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിന്നൊരു വെറൈറ്റി വെജിറ്റബിൾ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ഇത് വെജിറ്റബിൾ അല്ലാതെയും ഉണ്ടാക്കാം, വെജിറ്റബിൾസ് ചേർക്കാതെയും നമുക്ക് ഇത് ഉണ്ടാക്കാം. വെജിറ്റബിൾ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് എന്നുള്ളതിൽ കവിഞ്ഞ് വെജിറ്റബിൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലാത്ത ഒരു പാസ്തയാണ്. നമ്മൾ വെജിറ്റബിൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കഷ്ണം ബട്ടർ നമ്മൾ ചേർക്കും. തുടക്കത്തിൽ തീ അല്പം കുറച്ച് വയ്ക്കുക. ബട്ടർ ഇട്ട ശേഷം അതിലേക്ക് ആദ്യം ഇടുന്നത് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർക്കുക. അത് ഈ ബട്ടറിൽ നന്നായിട്ട് വെന്ത് വരണം. അത് ബട്ടറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവോളയുടെ പകുതി അങ്ങനെ അല്ലികളായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഉപ്പിടുക. ഉപ്പ് കൂടുതലിടേണ്ട, പാസ്ത ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലാവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ടാം. അതിലേക്കൊരു 3/4 സ്പൂൺ ഉപ്പിടാം. ഇനി ഇതൊന്ന് സോട്ട് ചെയ്യുക. തീ മാക്സിമത്തിലേക്ക് വയ്ക്കുക. ഉള്ളി ഒന്ന് വാടുക മാത്രമേ ആവശ്യമുള്ളൂ. ഉള്ളി മൊരിഞ്ഞൊന്നും വരണ്ട കേട്ടോ. ഉള്ളി ഒന്ന് വാടി കിട്ടണം. അപ്പോൾ തീ മാക്സിമത്തിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഉള്ളി വാട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഉള്ളി വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കോളിഫ്ലവർ ഞാനിവിടെ 2-3 അല്ലിയാണ് കോളിഫ്ലവറിൻ്റെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ ചെറിയ അരികളാക്കി ഇതാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഒരു സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കാം. നിർബന്ധമില്ല, ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്വാദുണ്ട്. കോളിഫ്ലവർ ഈ പറഞ്ഞ പോലെ വെന്തോടെയൊന്നും വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ക്യാരറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞത്. തക്കാളി ഇങ്ങനെ ഉടയൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. അതിൻ്റെ പുറത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ തിരുട്ടാം. ഒരു 2 പച്ചമുളക്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഇത്രയും ഇതിനകത്തേക്ക് ചേർക്കാം.
ക്യാപ്സിക്കും പച്ചമുളകും ഈ പറഞ്ഞ പോലെ വെന്തുടയേണ്ട സാധനങ്ങളല്ല. പച്ചക്കറികളൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി നമുക്കിനി പാസ്ത ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് എടുക്കാം. ആദ്യം ഒരു പാക്കറ്റ് പാൽ, ഒരു വെള്ളമൊന്നും ഒഴിക്കണ്ട, പാലൊരു പാക്കറ്റ് ഒഴിക്കാം. അതിലേക്ക് ഒരു 250 ഗ്രാം പാസ്ത ഇടുന്നു. ഏത് പാസ്തയും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് ഞാനിവിടെ മാക്രോണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് പാസ്തയും നിങ്ങൾക്ക് ഉപയോഗിക്കാം അവിടെ. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതൊന്ന് കുറുകി വെന്ത് വരണം. ഇത് പാലിൽ കിടന്നാണ് ഇത് വേവ്. ഒന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. തീയൊന്ന് ഈ പാലൊന്ന് തിളയ്ക്കുന്ന വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പാല് പതിന് പൊങ്ങരുത്, അതിന് മുമ്പ് ഇളക്കണം. ഒരു ക്രീമി ടെക്സ്ചറിലേക്കാണ് വരിക കേട്ടോ. അപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് 2 സാധനങ്ങൾ കൂടി ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ ഒരു കഷ്ണം ബട്ടർ, അതിനോടൊപ്പം ഒരു 2 സ്ലൈസ് ചീസ് കൂടി ചേർക്കാം. ചീസ് കട്ടി ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ, എൻ്റെ കയ്യിലിപ്പോൾ കട്ടി ചീസില്ല, സ്ലൈസാണ്. ഈ ബ്രെഡിൽ വെക്കാനുള്ള സ്ലൈസാണ് എൻ്റെ കയ്യിലുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം, മറ്റാണെങ്കിൽ ഒരു കഷ്ണം നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഈ ചീസും ഈ ബട്ടറും ഒന്ന് മെൽറ്റായിട്ട് വരണം. നന്നായി ഇളക്കുക. അത് മെൽറ്റായി വരും. അതിനോടൊപ്പം നിങ്ങളുടെ പാസ്ത നന്നായി കുറുകിയും വരും. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, തീ മാക്സിമം കുറച്ച് വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഈ മാക്രോണികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അത് ഒഴിവാക്കാനായിട്ട് തീ മാക്സിമം കുറച്ച് വയ്ക്കുക. ഒന്ന് ഇളക്കുക. അതിനുശേഷം കുറച്ച് ഒറിഗാൻ, ഞാനിവിടെ ഒറിഗാനോൻ്റെ ഒരു സാഷയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒറിഗാനോ ലൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണോളം ഇടാം കേട്ടോ. വീണ്ടും ഇളക്കുക. ഇതാണ് ഇതിലെ ഉപ്പും മുളകൊക്കെ സെറ്റ്. ഈ ഒറിഗാനോവും ഈ ചില്ലി ഫ്ലേക്സും ആണ്. അതുപോലെ പുളിക്കാണെങ്കിൽ നമ്മുടെ
ചീസും ബട്ടറും സഹായിക്കും. ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കുക. നിങ്ങളുടെ പാസ്ത റെഡി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു വെജിറ്റബിൾ വൈറ്റ് പാസ്ത ഉണ്ടാക്കാനായിട്ട് ഈ ചൂടും ഇതുമായിട്ട് കുറച്ചുകൂടി ഒന്ന് വേവും. ഇത്ര വേഗം കഴിഞ്ഞാൽ ഇത് അടുത്തേക്ക് തീ ഓഫ് ചെയ്യും. ഇത്രയും നിങ്ങളുടെ പാസ്തയിൽ ചെയ്യാൻ.